ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. 2025 സെപ്റ്റംബർ 21 മുതൽ 27 വരെയുള്ള അത്രയും ദിവസത്തെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകിട്ട് വരെയുള്ള ഫലം 27 നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ വരഫല വീഡിയോ ചെയ്തിരിക്കുന്നത് കബഡി പ്രശ്നത്തിലൂടെ ഓരോ രാശിക്കും, അതായത് മേടരാശി മുതൽ മീനരാശി വരെയുള്ള ഓരോ രാശിക്കും ഓരോ തവണ കബഡി പ്രശ്നം വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്റെ ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, ഈ വരഫല വീഡിയോ പൊതുവായിട്ടുള്ള ഒരു നക്ഷത്ര ഫലമാണ്. 100% ഇത് എല്ലാവർക്കും വർക്കൗട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. കാരണം നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നിലവിലുള്ള ദശാസന്ധിയുടെ അടിസ്ഥാനത്തിലും തീർച്ചയായിട്ടും ഇതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കാം. വരഫല വീഡിയോയിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂർ നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. ജോബ് റിലേറ്റഡ് ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത, ആ ഒരു വർക്ക് ഔട്ട്പുട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങോട്ട് അച്ചീവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കും ഈ ഒരു വാരം. ജോലി അന്വേഷിക്കുന്നവർക്കും ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വീട് പണിയുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാനും അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. ആരോഗ്യപരമായി അനുകൂലമായിട്ടുള്ള വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക്, മാരേജ് റിലേറ്റഡ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത ഈ ഒരു വാരവും മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. പുതിയതായിട്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത, സംസാര നിമിത്തം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സംസാരം ആ ഒരു മിതത്വ ഭാവത്തിൽ മുൻപോട്ട് പോവുക. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പാഴ്ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യത മേടക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം പറയാം. ഇടവക്കൂർ നക്ഷത്രക്കാരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സം നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ഫുഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാൻ സാധ്യതയും ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. പണം കടം കൊടുക്കുന്നത് ഈ ഒരു വാരം പ്രത്യേകം ഒന്ന് നിയന്ത്രിക്കുക. അതുപോലെ തന്നെ കുടുംബത്ത് പിതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശം ഉണ്ടാകാൻ സാധ്യതകൾ കാണിക്കുന്നു. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള വാരമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാകും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മകയിരം പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് നയന സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ ഒരു വാരം കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ വായിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതും ഈ ഒരു വാരം അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ലൊരു വാരമാകും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഈ ഒരു വാരം മാറി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള പ്ലാനിങ് ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്.
അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റിയ വളരെ നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബ ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള പൂർണ്ണമായിട്ടുള്ള കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാകും. വിഷ്ണു സഹസ്രനാമവും നിത്യവും ജപിക്കുക. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്കും ബുധനാഴ്ച വരെ ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. ശത്രുപരമായിട്ടുള്ള തടസ്സം ഈ ഒരു വാരം ഉണ്ടാകുന്നതാണ്. പുതിയതായിട്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരം. വീട് പണിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരം. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനമുള്ള നല്ലൊരു വാരമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള നല്ലൊരു വാരമായിട്ടാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. മാതാവിനോ മാതാവിന്റെ ബന്ധുക്കൾക്കോ ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂർ നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം കാൽഭാഗം. ചിങ്ങക്കൂർ നക്ഷത്രക്കാർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്തൊക്കെയും ആ ഒരു ടൈപ്പ് ഒരു ഫ്ലക്ച്വേഷൻസ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനങ്ങളിൽ ഉള്ള വീഴ്ചകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ. ധനപരമായിട്ടുള്ള നഷ്ടം, ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായി തൃപ്തികരമായിട്ടുള്ള നല്ലൊരു വാരമാകും. പിതാവ് സംബന്ധമായിട്ടുള്ള ബന്ധുക്കൾക്കോ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വാരം ചെറിയ തോതിലുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമാകും. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് ശത്രുപരമായിട്ടുള്ള തടസ്സം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന നല്ലൊരു വാരമാണ്. ആദിത്യപരമായിട്ടുള്ള കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന വാരമാകും. അതുപോലെ തന്നെ ശിവ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ എല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു വാരമാകും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ശിവ പഞ്ചാക്ഷരം ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ആദിത്യ മന്ത്രം, ജപാകുസുമ സങ്കാശം, കാശിപേയം മഹാദിത്യം, തമോരും സർവപാപഗ്നം പ്രണതോസ്മി ദിവാകരം. ദിവസവും വിളക്ക് തെളിയിച്ച ആദിത്യ മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ രാവിലെ ഉദിച്ച് വരുന്ന സൂര്യനെ നോക്കി ഈ ഒരു മന്ത്രം ജപിക്കുന്നതും പൂർണ്ണമായിട്ടുള്ള രവി കടാക്ഷം ലഭിക്കുന്നതിനും വളരെയധികം ഫലം ചെയ്യും കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. എല്ലാവർക്കും ജപിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കന്നിക്കൂർ നക്ഷത്രക്കാർക്ക് സൂര്യ ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം. കാൽമുട്ടിന് അസ്വസ്ഥത, തലവേദന, അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യത കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വിദ്യാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, അതായത് ഫിനാൻഷ്യൽ മണി റിലേറ്റഡ് പ്രോബ്ലംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള തീരുമാനങ്ങൾ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു വാരമായിട്ടാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. ബിസിനസ് റിട്ടേൺസ്, അതുപോലെ കസ്റ്റമർ റിലേറ്റഡ് അങ്ങനെയുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽ കാര്യങ്ങൾ, അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്
ഭാഗ്യപരമായി വളരെ അനുകൂലമായിട്ടുള്ള നല്ലൊരു വാരമായിട്ടാണ് കവടിയിൽ കണ്ടത്. മഹാലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നല്ലൊരു വാരമാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള നല്ലൊരു വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്ന നല്ലൊരു വാരം. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ തന്നെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല രീതിയിലുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ ഭദ്രം ആയിരിക്കും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്കൊക്കെ പറ്റിയ നല്ലൊരു വാരമാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം വിളക്ക് തെളിയിച്ച് 5 തിരിയിട്ട വിളക്ക് തെളിയിച്ച് നെയ്യ് ഉപയോഗിച്ച് വിളക്ക് തെളിയിച്ച് മഹാലക്ഷ്മി അഷ്ടകം 3 തവണ ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഭാഗ്യപരമായിട്ടുള്ള കടാക്ഷമുള്ള മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഭദ്രമായിരിക്കും. ധനപരമായിട്ട് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ചിലവുകൾ നിയന്ത്രിക്കാൻ പറ്റിയ നല്ല ഒരു വാരം. അങ്ങനെ കുടിശ്ശികയായിട്ടുള്ള പണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടാനുള്ള ദൈവാധീനമുള്ള നല്ലൊരു വാരം. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിളക്ക് തെളിയിച്ച് 3 തവണ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും, ഉത്തമമായിരിക്കും. കുടുംബത്ത് മാതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശം ഉണ്ടാകാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള വാരമാകും. വിദ്യാർത്ഥികൾക്ക് ചെറിയ തോതിലുള്ള അലസത ഉണ്ടാകാൻ സാധ്യതകൾ, അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് അങ്ങനെയുള്ള ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ വിഘ്നേശ്വര പ്രീതി നേടുക. അതുപോലെ തന്നെ കുടുംബദേവിയെ കൂടി ദിവസവും പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തതായി ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതുപോലെ തന്നെ മണി റിലേറ്റഡ് ഡീലിങ്സിൽ ചെറിയ സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാകുന്നതാണ്. ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള നല്ലൊരു വാരമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ച് മണി അലോക്കേഷൻ കാര്യങ്ങൾ, അങ്ങനെയുള്ള ബഡ്ജറ്റിംഗിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സം ഈ ഒരു വാരം കൂടി നിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംസാരം മിതത്വ ഭാവത്തിൽ സംസാരിക്കുക. സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. ആരോഗ്യ ക്ലേശങ്ങൾ, ഉദര സംബന്ധമായ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ നടുവിന് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ധനുക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലിസ പറ്റുമെങ്കിൽ ജപിക്കുക. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. കുടുംബദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തതായി മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂർ നക്ഷത്രക്കാരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം പകുതി. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ഔദ്യോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറി നിൽക്കുന്ന നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമായിരിക്കും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ, അതുപോലെ തന്നെ ചിലവുകൾ കൂടി നിൽക്കാനുള്ള സാധ്യത, പാഴ്ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ നല്ലൊരു വാരമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾക്ക്
ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ലൊരു വാരമാണ്. നല്ല പ്രോപ്പർ ബഡ്ജറ്റോട് കൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വാരമാകും. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നത്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അവിട്ടം, പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള സൗന്ദര്യപ്പിണക്കം, അങ്ങനെയുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള വാരമാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ ദൈവാധീനമുള്ള നല്ലൊരു വാരമായിട്ടാണ് കാണിക്കുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുപോലെ തന്നെ കുടുംബത്ത് പിതാവിന് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഓവർ തടസ്സം എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് കൂടി നിൽക്കാനും ടെൻഷൻസ് കൂടി നിൽക്കാനുമുള്ള സാധ്യതകൾ കുംഭക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക്, ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ചെറിയ തോതിലുള്ള അലസത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സരസ്വതി ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്രക്കാരായ പൂരുരുട്ടാതി, കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂർ നക്ഷത്രക്കാർക്ക് ഞാൻ കഴിഞ്ഞ വാരം പറഞ്ഞതുപോലെ തന്നെ ഔദ്യോഗികപരമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ ദൈവാധീനമുള്ള നല്ലൊരു വാരമായിരിക്കും. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാര നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായി നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു വാരമാകും. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിലുള്ള കലഹത്തിനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കണ്ടറിഞ്ഞ് മുൻപോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ദൈവാധീനമുള്ള നല്ലൊരു വാരമാണ്. ബിസിനസ് എക്സ്പാൻഷൻ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല ഒരു വാരമായിട്ടാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. കുടുംബത്ത് പിതാവിന് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും അതുപോലെ പിതാവ് സംബന്ധമായിട്ടുള്ള ബന്ധുക്കൾക്കും അങ്ങനെയുള്ള ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ പൊതുവെ കാണിക്കുന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാഗ്യപരമായി മീനക്കൂർ നക്ഷത്രക്കാർക്ക് വളരെ ദൈവാധീനമുള്ള നല്ലൊരു വാരമാകും. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ്. അതുപോലെ തന്നെ കുടുംബ ദേവിയെ നിത്യവും പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മി അഷ്ടകം കൂടി ജപിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കാൻ സഹായകരമാകുന്നതാണ്. വിഷ്ണു സഹസ്രനാമവും ശിവപഞ്ചാക്ഷരവും കൂടി മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ജപിക്കുക. ഇത്രയാണ് 27 നക്ഷത്രക്കാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എന്റെ ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ജസ്റ്റ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഇത് തികച്ചും സൗജന്യപരമാണ്. അങ്ങനെ ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇതിനില്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഓൺലൈൻ വഴി ആസ്ട്രോളജി റിലേറ്റഡ് അപ്പോയിന്റ്മെന്റ്സ്, അതായത് ജ്യോതിഷപരമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ഓൺലൈൻ വഴി അങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നല്ലൊരു വാരം നേരുന്നു. നന്ദി, നമസ്കാരം.